അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ്. സുധി മരണപ്പെട്ടതിന് ശേഷമാണ് രേണുവിനെക്കുറിച്ച് കൂടുതൽ കഥ പുറത്തു വരുന്നത്. ശേഷം അഭിനയത്തിൽ ചുവടുറപ്പിച്ച രേണു തനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്ഥിരമായി നാടക നടിയായി. ഒപ്പം കവർ സോങ്ങിലും ആൽബത്തിലുമൊക്കെ അഭിനയിക്കാനുള്ള അവസരവും രേണുവിന് ലഭിച്ചു. എന്നാൽ ഇതെല്ലാം വിമർശനങ്ങൾ വരുത്തിവെച്ചു. കുപ്രസിദ്ധി ലക്ഷ്യം വെച്ച് എത്തിയ ആളുകൾക്കൊപ്പം രേണുവിന്റെ അഭിനയം കൂടി വന്നതോടെ വ്യാപക പ്രതിഷേധങ്ങളും കാരണമായി. ഇതോടെ കഴിഞ്ഞ കുറെ കാലമായി സൈബർ ബുള്ളിങ്ങിന് നേരിടുകയാണ് താരപത്നി. ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല നിലപാടിൽ നിന്നും പോവുകയാണ് രേണു. എന്നിരുന്നാലും വീണ്ടും സമാന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഏറ്റവും പുതുതായി ഗുരുദൈ എന്ന തമിഴ് ഹിറ്റ് ഗാനത്തിനോടൊപ്പം അഭിനയിച്ച വീഡിയോയിലാണ് രേണു പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തവണ കലാഭവൻ ഷംനാദ് എന്ന വ്യക്തിയാണ് രേണുവിനോടൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. ഒരു പുഴക്കരയിൽ നിന്നുള്ള ഇരുവരുടെ അഭിനയം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. പാവാടയും ബ്ലൗസും ഒക്കെ ധരിച്ച് ചെറിയ പെൺകുട്ടിയെ പോലെയാണ് ഓടി നടന്ന മറ്റുമൊക്കെയാണ് രേണു തന്റെ പ്രണയം അഭിനയിച്ചത്. മുൻപ് ചെയ്ത ആൽബത്തിലേതുപോലെ സമാനമായ എക്സ്പ്രഷൻ ആയിരുന്നു ഇത്തവണയും. ഇതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. വീഡിയോ പിന്നെ കാണാം, അതിനു മുമ്പ് ഇതിനു വന്ന കമന്റുകൾ നോക്കട്ടെ എന്നായിരുന്നു ആളുകൾ പറയുന്നത്. ഇതൊക്കെ കണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും എന്ന്. എല്ലാം വീഡിയോയിൽ നിന്ന് ഞെക്കിപ്പെടുത്ത മാസ്റ്റ് ആണ് ചേച്ചിക്കല്ലേ, എന്നാലേ അഭിനയം വരികയുള്ളൂ. നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം റീച്ച് കൂട്ടാൻ വേണ്ടി എന്നും വൃത്തികേട് കാണിക്കാൻ നിങ്ങളെ കരുവാക്കുകയാണെന്നും തോന്നുന്നു. അത് മനസ്സിലാക്കി കിട്ടുന്നതെല്ലാം ചാടി പുറപ്പെട്ട് അഭിനയിച്ചാൽ നാളെ ഇത് മാർക്കറ്റ് പോയ ശേഷം ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് ചിലർ ഉപദേശരൂപേണ രേണുവിനോട് പറയുന്നു. ഇത് മാത്രമല്ല, രേണുവിന്റെ പ്രവൃത്തി മരിച്ചുപോയ സുധീരെ ആത്മാവിനെ പോലും സഹിക്കില്ലെന്നും ചിലർ പറയുന്നു. ഇത്രയും വൃത്തികെട്ട ഒരുത്തിയായിരുന്നോ താൻ വിവാഹം കഴിച്ചതെന്ന് പാവം സുധിയുടെ ആത്മാവ് ഒരിക്കലും അറിയുന്നുണ്ടാവുമോ? കഷ്ടം, ജീവിക്കാനാണ് പോലും. ചിത്ര ചേച്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചില വരികൾ പാടുമ്പോൾ ലജ്ജ കൊണ്ട് പറ്റാതെ വരുമെന്ന്.